ഞാൻ നടന്നുപവാസിച്ച വിപ്ലവ പ്രസ്ഥാനം കുറ്റക്കാരാൽ നിറയാൻ തുടങ്ങവേ. ആഹാ, അന്തസ്! ഇങ്ങനെ ഒന്നിങ്ങനെ പറഞ്ഞു വെക്കണമെങ്കിലേ എന്ത് നല്ല ആദർശം വേണം! ആ ഒരു നിലപാടിൻ്റെ കടുപ്പം എന്തുമാത്രമായിരിക്കണം! ജി സുധാകരൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഇങ്ങനെ എഴുതി വെക്കുമ്പോഴേ, കേരളത്തിലെ ആദ്യത്തെ SFIയുടെ പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം. ഞാൻ നടന്നു തുടങ്ങിയ എൻ്റെ പ്രസ്ഥാനം കുറ്റക്കാരാൽ ഇങ്ങനെ നിറയാൻ തുടങ്ങവേ എന്ന് ഈ നാട്ടിനോട് വിളിച്ചു പറയാൻ മാത്രം ഒരു ചങ്കൂറ്റവും ആദർശവും ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ഒരു യഥാർത്ഥ കേഡർ. എന്നിട്ട് ആ കേഡറെ, ആ കമ്മ്യൂണിസ്റ്റുകാരനെ, ആ സഖാവിനെ സൈബറിടത്തിൽ വലിച്ചു കീറിയൊട്ടിക്കുന്നു എന്ന് നിർവൃതി കൊണ്ടിരിക്കുകയാണ് സഖാക്കൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഗുരുവും അതുപോലെ ഗാന്ധിയും എന്ന് പറയുന്ന KPCCയുടെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോയപ്പോഴും ആ ഒരു നിലപാടും കമ്മ്യൂണിസത്തിന്റെ ആദർശങ്ങളും ഒന്നും കാറ്റിൽ പറത്താതെ കൃത്യമായ നിലപാടോടെ അവിടെ കാര്യങ്ങൾ പറഞ്ഞു തിരിച്ചു വന്ന ഒരു മനുഷ്യൻ, ഒരു പൊതുപ്രവർത്തകൻ. കേരളത്തിൽ ആർക്കും പറയാൻ സാധിക്കും, രാഷ്ട്രീയത്തെ വീക്ഷിക്കുന്ന രാഷ്ട്രീയ ബോധമുള്ള ഏതൊരാൾക്കും പറയാൻ പറ്റും, ഒരു രൂപ പോലും അനധികൃതമായി സമ്പാദിക്കാതെ, ഒരു സുഖലോലുപതയ്ക്കും അടിമപ്പെടാതെ വളരെ കൃത്യമായി തൻ്റെ പൊതുജീവിതം ഒരു തുറന്ന പുസ്തകം പോലെ സമൂഹത്തിന് മുന്നിൽ വയ്ക്കുന്ന ഒരാളാണ് ജി സുധാകരൻ എന്ന്. എത്ര പേരുണ്ട് ജി സുധാകരനെ പോലെ ഇങ്ങനെ ഒരു തുറന്ന പുസ്തകമായി നമുക്ക് കാണാൻ സാധിക്കുക? 1981 AKG ഡൽഹിയിലേക്ക് ഇങ്ങനെ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഡൽഹി എന്നെ വല്ലാതെ ഇങ്ങനെ ഭ്രമിപ്പിക്കാൻ സാധ്യതയുണ്ട്. അവിടുത്തെ സൗകര്യങ്ങൾ, അവിടുത്തെ താമസങ്ങൾ, അവിടുത്തെ യാത്രകൾ. അപ്പോൾ ഞാൻ വലിയ രീതിയിൽ സ്വയം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എന്നെ ഇവിടുത്തെ ഈ ഒരു സംവിധാനങ്ങൾ, അന്നത്തെ ആധുനിക രീതികളൊക്കെ എന്നെ ആകർഷിക്കാതിരിക്കാനും എന്നിലെ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി നശിക്കാതിരിക്കാനും ഞാൻ സെൽഫായി കുറേ പ്രിപ്പയർ ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് AKG പറഞ്ഞതൊക്കെ കൃത്യമായി നമുക്ക് അതിൻ്റെ ഒരു കോപ്പി ആണ് എന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ് ജി സുധാകരൻ എന്ന് പറയാതെ വയ്യ. രണ്ടാം പിണറായി സർക്കാരിന് രണ്ടാം ഊഴം കിട്ടുന്നതിൽ 100% അതിന് കാരണമായ 2 വകുപ്പുകളാണ്. ഒന്ന് ജി സുധാകരൻ്റേതും 2 KK ശൈലജയുടെയും. അത്രമേൽ ഈ സർക്കാരിന് രണ്ടാം ഊഴമുണ്ടാകാൻ എന്താണ് കാരണമെന്ന് മാധ്യമങ്ങൾ, പൊതുമനസാക്ഷി, രാഷ്ട്രീയ മണ്ഡലങ്ങൾ എല്ലാം ചർച്ച ചെയ്തപ്പോൾ 1ഉം 2ഉം സ്ഥാനത്ത് വന്ന പേരുകളാണ് ജി സുധാകരൻ എന്നുള്ളത്. അത്രമേൽ ഈ സർക്കാരിനെ ഇന്നത്തെ കാലത്തിന് വേണ്ട രീതിയിൽ തനിക്ക് കൊടുക്കുന്ന ഏത് പ്രവർത്തനങ്ങളെയും മാറ്റുന്നതിൽ ഒക്കെ വലിയ രീതിയിലുള്ള ശ്രദ്ധ ചെലുപ്പിക്കുന്ന ജി സുധാകരൻ എന്ന് പറയുന്ന കേഡർ പറയുന്നത് എന്താ? ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെ മരിക്കും, അവൻ്റെയൊക്കെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മൻ്റെയും ആയിരിക്കുമെന്ന് പറഞ്ഞ് സൈബർ തൊഴിലാളികളെ കടന്നാക്രമിക്കുമ്പോഴും ആ ഒരു രാഷ്ട്രീയ ശുദ്ധി നമുക്ക് കാണാൻ സാധിക്കും. പുതുതലമുറ എന്ന് പറയുന്നത് 10 വർഷം ഗ്യാപ്പിലുള്ളതല്ല. 75 വയസ്സുള്ളവർ മാറി നിൽക്കണമെന്ന് പറയുന്നത് ജി സുധാകരനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം പറയുന്നത് എന്താ? 10 വർഷം പിറകിൽ നിൽക്കുന്നവരെയാണോ പുതുതലമുറ എന്ന് പറഞ്ഞ് നിങ്ങൾ അവതരിപ്പിക്കുന്നത്? പുതുതലമുറയും പഴയ തലമുറയും കൂടി മിക്സ് ആൻഡ് മാച്ചായിട്ട് വേണം ഒരു സർക്കാർ, ഒരു പാർട്ടിയെ, ഒരു ആദർശത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ. അപ്പോഴേ അതിന് ആ ഒരു രീതിയിലുള്ള സൗന്ദര്യം ഉണ്ടാവൂ എന്നുള്ളതാണ്. സൈബറിടങ്ങളിൽ പതുങ്ങിയിരുന്ന് ജി സുധാകരൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ, കമ്മ്യൂണിസ്റ്റുകാരനെ, കറകളഞ്ഞ അഴിമതി വിരുദ്ധ സ്നേഹിയെ ആക്രമിക്കുന്നവർ കേൾക്കാൻ ഒരു കാരണവശാലും നിങ്ങളുടെ ആക്രമണം കൊണ്ട് നശിച്ചു പോകുന്നതല്ല ജി സുധാകരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പൊതുസമൂഹത്തിൽ തുറന്നു വെച്ച ജീവിതം.